നമ്മുടെ ഏതാഗ്രഹങ്ങളും ആവശ്യങ്ങളും പടച്ച റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഫലം സിദ്ധിക്കും എന്ന് ഉറപ്പുള്ള 24 അമലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കണ്ട് കൃത്യമായി മനസ്സിലാക്കണം. കഴിയുന്നവരൊക്കെ ഒരു നോട്ട്ബുക്കിൽ ഓരോ അമലുകളും എഴുതി വെച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്യാൻ ഈ ഒരു അമൽ കൊണ്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപാട് മഹാന്മാർ ചെയ്തിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ചെയ്ത എത്രയോ അമലുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും വളരെ ആത്മാർത്ഥമായി കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫാത്തിഹ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കവേ മേൽഭാഗത്ത് നിന്ന് ശക്തമായ ഒരു മുഴക്കം കേട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇത് ആകാശ ലോകത്ത് നിന്ന് ഒരു കവാടം തുറക്കപ്പെടുന്നതിന്റെ ശബ്ദമാണ്. ഇന്ന് വരെ ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. ആ വാതിലിലൂടെ ഒരു മലക്ക് ഇറങ്ങി വരും. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഭൂമി ലോകത്ത് ഇത് ആദ്യമായിട്ടാണ് ആ മലക്ക് ഇറങ്ങി വരുന്നത്. ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. ഇങ്ങനെ തുടർന്നു, അവിടത്തേക്ക് നൽകപ്പെട്ട 2 പ്രകാശങ്ങൾ കൊണ്ട് സന്തോഷിക്കുക. അവ മറ്റൊരു പ്രവാചകരും മുമ്പ് നൽകിയിട്ടില്ല. ഫാത്തിഹ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ സൂക്തങ്ങളുമാണവ. അവ പാരായണം ചെയ്ത് നിങ്ങൾ എന്തു ചോദിച്ചാലും അല്ലാഹു ഉത്തരം ചെയ്യും എന്നൊരു ഹദീസ് മുസ്ലിമിൽ കാണാം. ആ മഹത്തായ സൂറത്തുൽ ഫാത്തിഹ, അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം, ആ 2 കാര്യങ്ങളാണ്. ദുനിയവിയും ഉഖ്റവിയുമായ ഏത് ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കിതാബുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 24 അമലുകളാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ കൃത്യമായി നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും വളരെ ആത്മാർത്ഥമായി ചെയ്താൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. ഫാത്തിഹയുടെ പേരുകൾ തന്നെ അതിന്റെ മഹത്വങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അമലുകൾ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് സമയം പോലെ വരാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ സംഭവം പറയട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമയത്ത് സന്ദർഭങ്ങളിലൊക്കെ സഹാബാക്കൾ അവരുടെ സന്നിധിയിൽ ഉണ്ടായിരിക്കുമ്പോൾ ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചപ്പോ ഒരു തേളിന്റെ വിഷമേറ്റ ആ വിഷം അത് പല ചികിത്സകളും നടത്തിയിട്ട് മാറാതെ വന്നപ്പോ ഫാത്തിഹ കൊണ്ട് മാറിയ ഒരു സംഭവം നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു അറബ് ഗോത്രക്കാരോ ഒരു അറബ് ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്ര തലവനും അവരുടെ സംഘങ്ങളൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ആതിഥ്യ മര്യാദ കാണിക്കാൻ തയ്യാറാവാതെ വിസമ്മതത്തോടുകൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ഗോത്ര തലവന് ഒരു വിഷത്തേള് വന്ന് കുത്തി എന്നുള്ളതാണ്. പല ചികിത്സകളും അവർ നടത്തി, ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ടും അത് ഫലം കണ്ടില്ല. അപ്പോഴാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള ആ യാത്രാ സംഘത്തെ കാണുന്നത്. യാത്രാ സംഘത്തോട് ഈ വിഷയം പറയുന്നത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ അതിനെ മന്ത്രിച്ചു കൊടുത്തു, ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുത്തു. അങ്ങനെ ഫാത്തിഹ ഓതി മന്ത്രിച്ചു കൊടുത്തപ്പോ ആ വിഷബാധയേറ്റ ആ ഗോത്രത്തലവന് വളരെ പെട്ടെന്ന് സുഖപ്പെട്ടു എന്നുള്ളതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതും, അത് സുഖപ്പെട്ടതിന്റെ സന്തോഷത്തില് ആതിഥ്യ മര്യാദ പോലും കാണിക്കാൻ തയ്യാറാവാതിരുന്ന ആ ഗോത്രത്തലവനും സംഘവും 30 ആടുകളെ സമ്മാനമായി നൽകി എന്നുള്ളതൊക്കെ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഫാത്തിഹ കൊണ്ട് അമല് ചെയ്ത് എത്രയോ ആഗ്രഹങ്ങൾ നേടിയെടുത്തവര്, എത്രയോ നേട്ടങ്ങൾ കൊയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന അതിവിശിഷ്ടമായ 24 അമലുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ഇതുകൊണ്ട് അമല് ചെയ്യാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നോട്ട്ബുക്ക് ഒക്കെ തയ്യാറാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഫലം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല റിസൾട്ട് ലഭിക്കും ഇൻഷാ അല്ലാഹ്.
ആദ്യമായിട്ട് ഒന്നാമത്തെ അമല് സൂറത്തുൽ ഫാത്തിഹയെ ബിസ്മി ചേർത്ത് 41 പ്രാവശ്യം ഓതി ഒരസുഖമുള്ള ഒരു രോഗിയെ പ്രത്യേകം മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതിയാൽ അവർക്ക് ആശ്വാസം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഫാത്തിഹ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ അമൽ അതാണ്. രണ്ടാമത്തത് സുബ്ഹ് നിസ്കാരത്തിന്റെ ഫർളിനും സുന്നത്തിനുമിടയിൽ ഫാത്തിഹയെ ബിസ്മി ചേർത്ത് 41 പ്രാവശ്യം മുടങ്ങാതെ ഓതിയാൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ കാണാം. ആരിഫീങ്ങളിൽ അല്ലാഹുവിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാന്മാരിൽ മിക്കവരും ഈ അമല് ദായിമാക്കി കൊണ്ടുവന്നിരുന്നവരായിരുന്നു. അപ്പൊ സുബ്ഹ് നിസ്കാരത്തിന്റെ ഫർളിനും സുന്നത്തിനും ഇടയിൽ ഫാത്തിഹയെ ബിസ്മിയോടുകൂടെ 41 പ്രാവശ്യം മുടങ്ങാതെ ഓതിയാൽ ലഭിക്കുന്ന നേട്ടം എഴുതി വെച്ചോ. ഏതാണോ നമുക്ക് പകർത്താൻ പറ്റുന്നത് അത് നമുക്ക് പകർത്താവുന്നതാണ്. ഫാത്തിഹയുടെ മഹത്വം മനസ്സിലാക്കാൻ ഈ വീഡിയോയിൽ പറയാൻ കഴിയൂല, അത്രമേൽ മഹത്വമുണ്ട് അതിന്. സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾ മൂന്നാമത്തെ അമല് സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകള് മേൽ പറഞ്ഞ രീതിയിൽ 44 ദിവസം ഫാത്തിഹ ഓതിയാൽ എന്ന് വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനോടുകൂടെ 44 ദിവസം ഫാത്തിഹ ഓതിയാൽ ഫലം കാണും. ഒരു 44 ദിവസം കൊണ്ടായിട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും കൂടെ 44 ദിവസം ഓതുക. അങ്ങനെ തുടർച്ചയായി ഒരു 3 തവണ ചുരുങ്ങിയത് 44 ദിവസം ഫാത്തിഹ തുടർച്ചയായിട്ട് ഓതിക്കഴിഞ്ഞാൽ സന്താന ഭാഗ്യമില്ലാത്ത ആളുകള്, മക്കളില്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫാത്തിഹയുടെ മഹത്വം കൊണ്ട് മക്കളെ നൽകുമെന്നുള്ളതാണ്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് വരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കാതെ, കുഞ്ഞിക്കാല് കാണാൻ കഴിയാതെ കടന്നുപോയ എത്രയോ ദമ്പതികളുണ്ട്. അവർക്കൊക്കെ ഈ അമല് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനെ ഇടക്ക് വെച്ചിട്ട് ഇത് മുറിയാതെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നാലാമത്തെ അമല് എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യം മുടങ്ങാതെ ഓതിക്കൊണ്ടിരുന്നാൽ പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നുവരും, ഖൈറാത്തുകൾ കടന്നുവരും, നന്മകൾ കടന്നുവരും എന്നുള്ളതാണ്. അഞ്ചാമത്തെ അമല് എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 20 പ്രാവശ്യം ദായിമാക്കിയാൽ നമ്മുടെ സമ്പത്തില് അഭിവൃദ്ധി ഉണ്ടാകും, ബറക്കത്തുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ഫർള് നിസ്കാര ശേഷവും 20 പ്രാവശ്യം. അതുപോലെ തന്നെ ആറാമത്തെ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം 125 പ്രാവശ്യം ഫാത്തിഹ സ്ഥിരമായി ഓതുന്ന പതിവുണ്ടെങ്കിൽ അവരുടെ ഏത് ആഗ്രഹങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഏഴാമത്തെ അമല് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ ഒരു തവണ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇപ്രകാരം പതിവാക്കിയാൽ മരണമൊഴികെയുള്ള ഒരു ആഫത്തുകളും അവനെ തേടിയെത്തുകയില്ല എന്നുള്ളതാണ്. ഫാത്തിഹ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിവിധങ്ങളായ അമലുകളെ കുറിച്ചാണ് പറയുന്നത്. വളരെ ആത്മാർത്ഥമായി ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന അമലുകളാണ്. എട്ടാമത്തെ അമല് ശരീരവേദനയും പുറവേദനയും മാറുവാൻ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ശരീരം തടവിയാൽ മതി. നമ്മളോടൊക്കെ ആരെങ്കിലും നല്ല വേദനയുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. അതാണ് എഴുതി വെക്കണം എന്ന് പറഞ്ഞ് എഴുതി വെക്കുമ്പോൾ അതിന്റെ അമലുകളൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പൊ നമ്മളോട് ആരെങ്കിലും വരും പറയുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും രോഗികളെ കാണാൻ വേണ്ടി പോകുമ്പോ ഫാത്തിഹ ഓതിയിട്ട് അവരുടെ ശരീരവേദനയുള്ള ഭാഗങ്ങളിലൊക്കെ തടവി കൊടുത്താൽ വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേയില് ഒരു ദുആ കാണിക്കുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ 9ാമത്തെ അമല് സൂറത്തുൽ ഫാത്തിഹ 40 പ്രാവശ്യം ഓതിയ ശേഷം ആഗ്രഹങ്ങൾ പറയുകയും ഇനി ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഈ ദുആ ചെയ്യുകയും ചെയ്താൽ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പ്രത്യേകം സൂക്ഷിച്ചു വെക്കുക. ഞാൻ ഡിസ്പ്ലേയിൽ അത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് കാണിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പരമാവധി വലുതാക്കി കാണിക്കാം. ഫാത്തിഹ 40 പ്രാവശ്യം ഓതിയതിന്റെ ശേഷം, ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ 40 പ്രാവശ്യം ഓതിയ ശേഷം പടച്ച റബ്ബിനോട് ആഗ്രഹങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുക. അതിനുശേഷം താഴെ പറയുന്ന ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഈ ദുആ വളരെ ആത്മാർത്ഥമായി ചൊല്ലുക. ഇലാഹി ഇൽമുക കാഫിൻ അനിസ് സുആൽ اكفني بحق الفاتحة سؤالا وكرمك كاف عن المقال أكرمني بحق الفاتحة مقالا وحصل ما في ضميري.
ഇലാഹി ഇൽമുക കാഫിൻ അനിസ് സുആൽ اكفني بحق الفاتحة سؤالا وكرمك كاف عن المقال أكرمني بحق الفاتحة مقالا وحصل ما في ضميري. ഈ ദുആ അതൊരു പ്രാവശ്യം ചൊല്ലുക, അല്ലെങ്കിൽ 3 പ്രാവശ്യം ചൊല്ലുക. സൂറത്തുൽ ഫാത്തിഹ 40 പ്രാവശ്യം ഓതിയതിന് ശേഷം 10ാമത്തെ അമൽ സൂറത്തുൽ ഫാത്തിഹ 70 പ്രാവശ്യം ഓതി വെള്ളത്തിലൂതി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് കുടിച്ചാൽ അവന് അറിവും തെളിവും കിട്ടും. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായി ചെയ്യണം. അങ്ങനെ നമ്മുടെ മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കുക. നല്ല അവരുടെ ബുദ്ധിശക്തിയിലും അവരുടെ ഓർമ്മയിലും അവരുടെ ഫഹ്മില് അവരുടെ അഖ്ലില് അവരുടെ പഠനത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാം. സൂറത്തുൽ ഫാത്തിഹ വളരെ അത്ഭുതമാണ് പ്രിയമുള്ളവരെ. 11ാമത്തെ അമല് സൂറത്തുൽ ഫാത്തിഹ സുബ്ഹിന്റെ ഫർദിനും സുന്നത്തിനും ഇടയിൽ 41 പ്രാവശ്യം ഓതിയാൽ കണ്ണ് രോഗങ്ങളിൽ നിന്ന്, പല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. 12ാമത്തെ അമല് ആരെങ്കിലും ഏതെങ്കിലും യാത്ര തുടങ്ങുന്നതിന്റെ മുമ്പ് സൂറത്തുൽ ഫാത്തിഹ 41 പ്രാവശ്യം ഓതിയാൽ ആ യാത്ര തീരുവോളം റബ്ബിന്റെ കാവലിലായിരിക്കും, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും എന്നുള്ളതാണ്. എത്രയോ ആളുകൾ അപകടങ്ങളിൽ പെടുന്നത് കാണുന്നില്ല, എത്രയോ അപകട മരണങ്ങൾ സംഭവിക്കുന്നത് കാണുന്നില്ല. എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു 41 ഫാത്തിഹ ഓതിയിട്ട് ഇറങ്ങാം. പുറത്തിറങ്ങുമ്പോ ഹറാമിന്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് അതിങ്ങനെ ചൊല്ലി 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 യാത്ര ചെയ്ത് നോക്കൂ. എന്തായാലും അള്ളാഹുവിന്റെ നോട്ടുണ്ടാകുന്ന ഉറപ്പല്ലേ. ആത്മീയമായി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനുള്ളൊരു വഴിയും കൂടെയാണ് അതല്ലേ. 12 അമലുകൾ പറഞ്ഞു. 13ാമത്തെ അമല് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നിറവേറാൻ ഈ ഒരു അമല് 14ാമത്തെയും 13ാമത്തെയും അമലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായി നോക്കൂ. ഫാത്തിഹ 1,25,000 ഓതിയവന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ടതില്ല. ഫാത്തിഹ 1,25,000 തവണ ഓതണം. അത് ഇത്ര സമയം കൊണ്ട് ഓതണമെന്നോ, അത് അത്രയും എണ്ണം പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതാണ്. വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ മതി. ശരീരത്തിലൊക്കെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നല്ല ശക്തമായ വേദനയുള്ളവരുണ്ടാകും. മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫാത്തിഹ 7 പ്രാവശ്യം ഓതിയതിന്റെ ശേഷം ഈ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പോകുന്ന ദുആ അതും 7 പ്രാവശ്യം ഏതു വലിയ രോഗവും മാറുമെന്നുള്ളതാണ്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പരീക്ഷിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസൾട്ട് നൽകട്ടെ. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അദ്ഹിബ് അന്നി സുഅ മാ അജിദു വഫഹ്ശഹു ബിദഅവതി നബിയിക മുഹമ്മദിനിൽ മുബാറകിൽ മകീനിൽ അമീനി ഇൻദക. اللهم أذهب عني سوء ما أجد وفحشه بدعوة نبيك محمد المبارك المكين الأمين عندك. ഈ ദുആ വളരെ ആത്മാർത്ഥമായിട്ട് 7 തവണ ചൊല്ലിയാൽ ഏതു വലിയ വേദനയും ക്ഷമിക്കും എന്നുള്ളതാണ്. വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 16ാമത്തെ അമല് എല്ലാവിധ നന്മകളെത്താനും വരുമാനം, നമുക്ക് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാനും മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച, അറബ് മാസത്തിലെ ആദ്യ ഞായറാഴ്ച 70 തവണയും, തിങ്കളാഴ്ച 60 തവണയും, ചൊവ്വാഴ്ച 50 തവണയും, ബുധനാഴ്ച 40 തവണയും, വ്യാഴാഴ്ച 30 തവണയും, വെള്ളിയാഴ്ച 20 തവണയും, ശനിയാഴ്ച 10 തവണയും. ഈ ഒരു ക്രമത്തിലെ സൂറത്തുൽ ഫാത്തിഹ എല്ലാ മാസത്തിന്റെയും തുടക്കത്തില്, അറബ് മാസത്തിന്റെ തുടക്കത്തില്, ഇപ്പൊ ഇത് മുഹറം മാസമാണ്, മുഹറം മാസത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ ഞായറാഴ്ച, സഫർ മാസത്തിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ഞായറാഴ്ച, ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഏതു പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. വലിയ വലിയ അത്ഭുതങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 17ാമത്തെ അമല് അത്താഴ സമയത്ത് സൂറത്തുൽ ഫാത്തിഹ 41 തവണ പാരായണം ചെയ്താൽ അവന് ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകും എന്നുള്ളതാണ്. 18ാമത്തെ അമല്
അമല് ഖിബ്ലക്ക് മുന്നിട്ട് കാമിലായ വുളുഓടുകൂടെ സൂറത്തുൽ ഫാത്തിഹ 125 തവണ അല്ലെങ്കിൽ 313 അല്ലെങ്കിൽ 1000 പ്രാവശ്യം ഇങ്ങനെ ഓതിയാൽ വലിയ വലിയ അത്ഭുതങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ അത് ഓതുന്ന സമയത്ത് ഏതെണ്ണമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഓതുന്ന സമയത്ത് പരസ്പരം അന്യ സംസാരങ്ങളൊന്നും ഇല്ലാതെ ഏകാന്തതയോടുകൂടെ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ 1000 തവണയ്ക്ക് ഓതുന്ന ആളുകളാണെങ്കിൽ ഒറ്റ ഇരുത്തത്തിനൊന്നും ചിലപ്പോൾ ചിലർക്കൊന്നും കഴിയൂല. അപ്പോ ആദ്യം ഒരു 50 എണ്ണൊക്കെ ഓതുന്നുണ്ടെങ്കിൽ 50ന്റെ ഇടയിൽ പരസ്പരം സംസാരിക്കാതിരിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓതുന്നത്, അപ്പൊ സംസാരിക്കുന്നതിന് വിരോധമില്ല. ഈ ഓതുന്നതിന്റെ ഇടയ്ക്ക് പരസ്പരം സംസാരിക്കാതിരിക്കുക. അപ്പൊ ഇത്തരം സംസാരിക്കാതിരിക്കണം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഖുർആനാണല്ലോ ഓതുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട അദബുകൾ പാലിക്കുക. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ച് ആരോടെങ്കിലും സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അത്യാവശ്യമായി സംസാരിക്കേണ്ടി വരികയാണ്, എന്നാൽ അതൊരു ആയത്ത് പൂർത്തിയാക്കിയിട്ട് സംസാരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് മുറിക്കാതിരിക്കുക. ഹലാലായ കാര്യങ്ങളിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ 19ാമത്തെ അമല് വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കാൻ സൂറത്തുൽ ഫാത്തിഹയെ എല്ലാ ദിവസവും രാവിലെ ഓതിയിട്ട് അത് നമ്മുടെ കരങ്ങളിൽ ഊതി മുഖത്തും ശരീരത്തിലും നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും തടവിയാൽ അവന് ആ ദിവസത്തിന് ക്ഷീണമുണ്ടാകൂല, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകൂല, വളരെ ശരീരത്തിന് എപ്പോഴും ഒരു ശോഷിച്ചു പോകുക, അതേപോലെ തന്നെ പണികളൊന്നും എടുക്കാൻ സാധിക്കാതിരിക്കുക. ഇങ്ങനത്തെ പ്രയാസമുള്ള ആളുകൾക്ക്, വിശപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുള്ളവർക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ അമല് ചെയ്യാവുന്നതാണ്. ശരീരം മുഴുവൻ തടവിയാലും മതി, കൈയെത്തുന്ന ഭാഗങ്ങളിലൊക്കെ. എന്നാൽ അവന് പ്രയാസങ്ങളൊന്നും ഉണ്ടാകൂല എന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്നത് വളരെ കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്കുക. വളരെ സവിശേഷമായ ഒരു അമലാണ് ഈ അമല്. അത് എഴുതി വെക്കുക, എത്രയാണ് ഓരോന്ന് ഓതേണ്ടതെന്നുള്ളത്. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം, ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം നമ്മൾ ആയത്തുകളും അതിന്റെ എണ്ണവും പറയുന്നുണ്ട്. ആ ആയത്തുകളും അതിന്റെ എണ്ണവും അനുസരിച്ച് ഓതിയാൽ മറ്റുള്ളവരുടെ ഒരു ഷർറും നമുക്ക് ഫലിക്കില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഒരു ഷർറും ഫലിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ശത്രുക്കളും ഒരുപാട് ഹാസിദീങ്ങളും ഒരുപാട് സാഹിര്യങ്ങളും ഫാസിദീങ്ങളും ഫത്താനീങ്ങളും ഇങ്ങനെ മുഫ്സിദീങ്ങളും ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. മുഫ്സിദീങ്ങൾ കേട്ടോ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നമ്മെ അടങ്ങറാക്കുന്ന ആളുകളെ, നമ്മോട് അസൂയ വെക്കുന്ന ആളുകളെ, അയിന് ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങള്, സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസം വരാനുള്ള അവസരം, ഇത്തരം അവസരങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരു കാവല് ലഭിക്കും ഈ രൂപത്തിൽ ഒരു അമല് ചെയ്താൽ. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം, മനസാന്നിധ്യത്തോടുകൂടെ ചെയ്യണം, ഹൃദയശുദ്ധിയോടുകൂടെ ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാല് എല്ലാ ദിവസവും ബിസ്മി ഓതിയിട്ട് വേണം, ബിസ്മി ചേർത്തിയിട്ട് വേണം ചെയ്യാൻ. അപ്പോ ഒരു നല്ല സമയം തിരഞ്ഞെടുത്ത് പ്രഭാതത്തിലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം, ഞായറാഴ്ച ദിവസം ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്ത് നമുക്കറിയാം. ഏതാ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മി ഫാത്തിഹയുടെ ആയത്താണോ അല്ലേ എന്നുള്ള ചർച്ചയിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ബിസ്മി ഓതിയിട്ടാണ് ഇത് ചൊല്ലേണ്ടത്. അപ്പൊ ബിസ്മി ഓതിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് 616 തവണ ഓതുക. അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം അർ-റഹ്മാനിർ റഹീം എന്നുള്ളത് 619 തവണ ഓതുക. ചൊവ്വാഴ്ച ദിവസം മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് 242 തവണ. ബുധനാഴ്ച ദിവസം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് 856 തവണ. വ്യാഴാഴ്ച ദിവസം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 1073 തവണ. വെള്ളിയാഴ്ച ദിവസം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം അത് 1837 തവണ. ശനിയാഴ്ച ദിവസം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ
അത് 4233 തവണ. ഈ ഒരു എണ്ണം അത് നിങ്ങൾ എഴുതി വെക്കുക. ഈ ഒരു എണ്ണം ഈ ഒരു ഓർഡർ പ്രകാരം വളരെ കൃത്യമായി മനസ്സാന്നിധ്യത്തോടുകൂടെ ഹൃദയശുദ്ധിയോടുകൂടെ ചെയ്താൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുന്ന ആയിനീങ്ങള്, സാഹിര്യങ്ങള്, ഇങ്ങനെയുള്ള എല്ലാ ശത്രുതകളെ തൊട്ടും നമുക്ക് വലിയ ഹിഫ്ള് ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. വളരെ ആത്മാർത്ഥമായി ചെയ്തോളൂ, നല്ല റിസൾട്ട് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും ഇതൊക്കെ ഓതിയതിന് ശേഷം ഒരു 100 തവണ ആമീൻ എന്ന് പറയുകയും വേണം. അപ്പൊ ഞായറാഴ്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് 616 തവണ ചൊല്ലിയതിനു ശേഷം ആമീൻ എന്നുള്ളത് പറയണം 100 തവണ. അതേപോലെ തിങ്കളാഴ്ച റഹ്മാനിർ റഹീം എന്ന് ഓതിയതിനു ശേഷം ആമീൻ എന്ന് 100 തവണ പറയണം. എല്ലാ ദിവസവും ബിസ്മി കൂട്ടിയിട്ടാണ് ഓതേണ്ടത്. ഇങ്ങനെയുള്ള ആദാബുകളൊക്കെ പാലിച്ച് ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യാനും ജീവിതത്തിൽ പകർത്താനുമുള്ള വലിയ തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ മാസത്തിൽ 1 തവണ അല്ലെങ്കിൽ മാസത്തിൽ 1 അല്ലെങ്കിൽ 2 ഓതിയിട്ട് കണ്ണില് തടവിയാൽ കാഴ്ച ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ്. അടുത്ത അമല് സൂറത്തുൽ ഫാത്തിഹ 3 തവണ ഓതുക. 3 തവണ ഓതിയിട്ട് ഓരോ പ്രാവശ്യവും ഓതിയതിന്റെ ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയതിന്റെ ശേഷം ഈ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പോകുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. നല്ല റിസൾട്ട് ലഭിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ഏത് രോഗങ്ങൾക്കും അത് ശിഫയാകും എന്നുള്ളതാണ്. ഏതാണ്? ശിഫാഉം മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ശിഫാഉം മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്നുള്ളത് അതിങ്ങനെ ചൊല്ലുക. അത് എത്ര തവണ ചൊല്ലണം? അപ്പൊ സൂറത്തുൽ ഫാത്തിഹ 3 തവണ, സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ, ഈ പറയുന്നത് 7 പ്രാവശ്യവും ഓതുക. എന്നിട്ട് യാ റബ്ബി എന്നുള്ളത് 5 പ്രാവശ്യം ഓതി നമ്മുടെ ഏത് രോഗങ്ങൾക്കും ശിഫയാകാൻ വേണ്ടി പ്രത്യേകം കരുതി ചെയ്താൽ ആ രോഗങ്ങൾ ശിഫയാകും. അപ്പൊ അതിന് പ്രത്യേകം ചെയ്യേണ്ടത് യാ റബ്ബി എന്നുള്ളത് 5 പ്രാവശ്യമാണ്. അപ്പൊ വേദനയുള്ള ഭാഗങ്ങള് കണ്ണുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കണ്ണില്, അതേപോലെ തന്നെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ വേദനയുണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രത്യേകം തടവിയിട്ടത് ചൊല്ലാം. അപ്പൊ എങ്ങനെ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമുക്കിപ്പോ കണ്ണുവേദനയാണ്, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഭയങ്കര വേദനയുണ്ട്, എന്നാൽ സൂറത്തുൽ ഫാത്തിഹ 3 തവണ പാരായണം ചെയ്യാം, സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്യാം. ശിഫാഉ മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ, ശിഫാഉ മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് 7 തവണ ചൊല്ലുക. അതിനുശേഷം കണ്ണുവേദനയുള്ള ഭാഗത്ത് 5 പ്രാവശ്യം യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞ് തടവിക്കഴിഞ്ഞാൽ ആ രോഗങ്ങൾ സ്ഥിരമായി ചെയ്താൽ അത് മാറാൻ അത് കാരണമാകും എന്നുള്ളതാണ്. ഫാത്തിഹ വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ്. നേരത്തെ നമ്മൾ അതിന്റെ തുടക്കത്തിൽ, ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഫാത്തിഹ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷബാധയേറ്റ ആളുകളെ നബി തങ്ങൾ സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതിയിട്ട് മന്ത്രിക്കാറുണ്ടായിരുന്നു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ നമ്മൾ നേരത്തെ ഒരു സംഭവം പറഞ്ഞു. അങ്ങനെ ഒരു വിഷയം നടന്നപ്പോൾ ബോധം കെട്ടുപോയ ആളുകൾക്ക് ബോധം ലഭിച്ചത് ഫാത്തിഹ ഊതിയത് കാരണമായിട്ട് ലഭിച്ചതൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഫാത്തിഹയുടെ അത്ഭുതങ്ങൾ, അതൊക്കെ പറയാന്നാൽ അത്രമേൽ പറയാനുണ്ടാകും. നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നിറവേറാനുള്ള ഫാത്തിഹ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അമലും കൂടെയുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുത്താൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാകും. എന്താ ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച രാവിലെ ബിസ്മി ചേർത്തിയിട്ട് സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ ഓതുക. അങ്ങനെ വഇയ്യാക നസ്തഈൻ എന്ന സ്ഥലമെത്തുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന സ്ഥലത്തെത്തുന്ന സമയത്ത് അല്ലാഹുമ്മ ജ്മഅ ബൈനി വ ബൈന ഹാജതി كما جمعت بين أسمائك وصفاتك يا ذا الجلال والإكرام എന്ന ദുആ ചൊല്ലുക.
എന്നിട്ട് ഫാത്തിഹ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ദുആ? അല്ലാഹുമ്മ അജ്മഅ ബൈനി വ ബൈന ഹാജതി കമാ ജമഅത ബൈന അസ്മാഇക വ സിഫാതിക യാ ദൽ ജലാലി വൽ ഇക്റാം. اللهم اجمع بيني وبين حاجتي كما جمعت بين أسمائك وصفاتك يا ذا الجلال والإكرام. അതേപോലെ തന്നെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക. ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശേഷം ഡിസ്പ്ലേയിൽ കാണിക്കാൻ പോകുന്ന ഈ ഒരു ദുആ, അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന സ്ഥലം എത്തുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ദുആ ചൊല്ലിയതിന് ശേഷം ഫാത്തിഹ പൂർത്തിയാക്കുക. അങ്ങനെ ഫാത്തിഹ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവന്റെ ആ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ആ ദുആ ഇതാണ്: അല്ലാഹുമ്മ സഖിർ ലീ മത്ലൂബി ബിഹഖ് സിർരിൽ ഫാത്തിഹ വബിഹഖ് ഇസ്സതിക വഅളമതിക വബിഹഖ് ജലാലിക വജമാലിക വബിഹഖ് അഹ്ലിസ് സമാവാതി വൽ അർള് വബിഹഖ് ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ സ്വലവാതുല്ലാഹി തആല അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നുകൂടെ: اللهم سخر لي مطلوبي بحق سر الفاتحة وبحق عزتك وعظمتك وبحق جلالك وجمالك وبحق أهل السماوات والأرض وبحق جميع الأنبياء والمرسلين صلوات الله تعالى أجمعين والحمد لله رب العالمين. ഫാത്തിഹയുടെ നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നോട്ട്ബുക്കിലേക്ക് കൃത്യമായി എഴുതി വെച്ച് ഇതുകൊണ്ട് അമൽ ചെയ്യുന്നവർക്ക് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുമ്പോൾ വളരെ കൃത്യമായി അമൽ ചെയ്താൽ റിസൾട്ട് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ചെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.